പതിവ് പോലെ ഹാദി ആയിട്ടുള്ള മൽപ്പിടുത്തം കഴിഞ്ഞു. ഇന്നത്തെ സ്പെഷ്യൽ കായിട്ട് വെച്ച പോർക്കിറച്ചിയും അതുപോലെ തന്നെ നാടൻ കോഴിക്കറി കേട്ടോ. പത്രം വായിച്ചുകൊണ്ടിരുന്ന അപ്പനെയും വിളിച്ചുകൊണ്ട് നേരെ എല്ലാവരും ഫുഡ് കഴിക്കേണ്ടിയിരുന്നു. ഇന്നത്തെ നാടൻ കോഴിക്കറിയുടെയും പോർക്കിറച്ചിയുടെയും കൂടെ വേറൊരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട് ഗൈസ്. അത് വേറൊന്നുമല്ല, നമ്മുടെ ലൂബിക്കയാണ്. ഉപ്പിലിട്ട് വെച്ച ലൂബിക്ക ഗൈസ്. എൻ്റെ പൊണ്ണോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ ഉപ്പിലിട്ട് വെച്ച ഈ ലൂബിക്ക് കൂട്ടി ഫുഡ് കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഉപ്പിലിട്ട് ലൂബിക്ക കഴിക്കാനായിട്ട്. ഞാൻ കുറേ ഇരുന്നിട്ട് കഴിച്ചിട്ടോ. അതിനുശേഷം നേരെ നമ്മുടെ നാടനായിട്ട് നാടൻ കോഴിക്കറി ഇങ്ങോട്ട് എടുത്തു. തേങ്ങാപ്പാലിട്ട് വെച്ച ഈ കോഴിക്കറിയും ഒന്നിനൊന്ന് മെച്ചാട്ടോ. എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഗൈസ്? ഈ സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം ഞാനും പ്രിയും കൂടി നേരെ ചാലക്കുടിക്ക് വിട്ടു. നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ്റെ സ്ഥലമായ ചാലക്കുടിയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഹാദിക്കായിട്ട് കുറച്ച് ബ്ലാങ്കറ്റ്സും അതുപോലെ കുറേ ഉടുപ്പുകളൊക്കെ നോക്കിട്ടോ. ഗൾഫിനെ അപേക്ഷിച്ച് വളരെ വിലക്കുറവാണ് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി. അതിന് ശേഷം ഞങ്ങൾ നേരെ ചായ കുടിക്കാനായിട്ട് ചായക്കടയിൽ കയറി ചായയും കുറച്ച് കടിയൊക്കെ കഴിച്ചു. പിന്നെ പ്രിയാമയ്ക്ക് ഇടാനായിട്ട് കുറച്ച് പുട്ടി വസ്തുക്കൾ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് കൊരട്ടിമുത്തിയുടെ പെരുന്നാളാണ് കേട്ടോ. കിളിക്കം പെരുന്നാളായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു. അവിടുത്തെ ലൈറ്റിങ്ങും അവിടുത്തെ ആ ഒരു ആംബിയൻസും ഹാദിക്ക് ഒരുപാട് ഇഷ്ടമായി. അവൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി കുറേ പൂവൻ പോലെ നേർച്ച സംഭവങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അതിനുശേഷം ഹാദിക്ക് ഇഷ്ടമുള്ള ബലൂൺസും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ള